അപ്പൊ ഇന്നലെ നമ്മൾ കണ്ട കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ വെർബുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം വെർബിൽ നമ്മൾ എന്താണ് ഒരു വെർബ് അല്ലെ, ഒരു ആക്ഷൻ വേർഡ് എങ്ങനെയാണ് വരിക, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണ് വെർബിന്റെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടി അല്ലെ. ഇന്നലെ നമ്മൾ ഒരു മെയിൻ വെർബ് എന്താണ്, ഓക്സിലറി വെർബ് എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി നമുക്ക് വെർബുകളുടെ കോൺജുഗേഷൻസ് എന്താണ് എന്നാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി. അപ്പൊ എന്താണ് കോൺജുഗേഷൻസ് ഓഫ് ദി വെർബ്? വെർബുകൾ പല ഫോമുകളിലേക്ക് മാറുന്നതിനെയാണ് എന്തെന്ന് പറയുക, കോൺജുഗേഷൻ ഓഫ് ദി വെർബ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ എന്താണ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? വെർബ് അതിന്റെ റൂട്ട് ഫോമിൽ നിന്നും മറ്റു ഫോമുകളിലേക്ക് അല്ലെ. നമുക്കിപ്പം വർക്ക് എന്ന് പറയും, അപ്പൊ നമുക്ക് ടെൻസുകളിൽ വ്യത്യാസമുണ്ട്, വെർബുകൾ ഉദ്ദേശിക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നമുക്ക് ഈ കോൺജുഗേഷൻ ഓഫ് ദി വെർബ് എന്ന് പറയുക. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് മാറുക എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി. ഒന്നാമത്തെ കാര്യം, എല്ലാ വെർബുകൾക്കും ഒരു റൂട്ട് ഫോം ഉണ്ട്. അപ്പൊ എന്താണ് റൂട്ട് ഫോം ഓഫ് ദി വെർബ്? റൂട്ട് ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞ അർത്ഥം, ഞാനിപ്പോ രണ്ടുപേരെ റിമൂവ് ചെയ്തിട്ടുണ്ട്, കാരണം അവരോട് ഇത്രയും പ്രാവശ്യം പറഞ്ഞിട്ടും അവര് ക്ലാസ് അങ്ങ് തുടങ്ങുമ്പോഴത്തേക്കും വീഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. കാരണം എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളെ കാണണം, എന്നിട്ട് നിങ്ങളെ കണ്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഡോൺ ജോസ് ഒന്ന് ഇച്ചിരി നേരെ ക്യാമറ വെച്ച് നേരെ, എനിക്ക് ഡോണിനെ കാണത്തില്ല, പുതിയ ആളും കൂടിയല്ലേ. ഓക്കെ, ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കണം കേട്ടോ, ക്ലാസ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് വെർബുകൾക്ക് റൂട്ട് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ഓൾറെഡി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇരിക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് നല്ല വൃത്തിക്കൊക്കെ വന്നിരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഈ വെർബുകളുടെ റൂട്ട് ഫോം V1, V2, V3 എന്ന് പറഞ്ഞ് നമ്മൾ മാറുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുക, കോൺജുഗേഷൻ ഓഫ് ദി വെർബ്. നമ്മൾ ഇതാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യം വെർബിനെ കുറിച്ച്. ഇപ്പൊ ഗോ എന്ന് പറയുന്നതും പ്ലേ എന്ന് പറയുന്നതും തമ്മിൽ, രണ്ട് വെർബുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ ഗോ എന്നുള്ള വെർബ് നമുക്ക് പ്ലേ എന്നുള്ള വെർബ് ആദ്യം. പ്ലേ എന്നുള്ള വെർബിന്റെ റൂട്ട് ഫോം ടു പ്ലേ എന്നാണ്. അപ്പൊ ടു പ്ലേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ടു പ്ലേ, കളിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയുന്നു? ടു പ്ലേ എന്നുള്ള വെർബിന്റെ ഫസ്റ്റ് ഫോം അഥവാ റൂട്ട് ഫോം എന്ന് പറയും. ആ റൂട്ട് ഫോമിനെ നമ്മൾ മറ്റു ഫോമുകളിലേക്ക് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂട്ട് ഫോം V1, V2, V3, V4 എന്ന് പറഞ്ഞ് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക. നിങ്ങൾ ഞാൻ പിന്നെ എന്നെ കൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് കുറെ പ്രാവശ്യം പറയിക്കരുത്. പിന്നെ കാർത്തിക, കെയ്ത്ത് ഒക്കെ, നിങ്ങൾ രതുൻ, നിങ്ങളൊക്കെ വീഡിയോ ഓൺ ആക്കി വെച്ചിരുന്നത്. കാർത്തിക, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുവേ. നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ എപ്പോഴും മ്യൂട്ട് ചെയ്തും അങ്ങനെ ഒന്നും ഇരിക്കേണ്ട, നിങ്ങൾ നേരെ ഇരുന്ന് ക്ലാസ്സിൽ തന്നെ ഇരിക്കുക കേട്ടോ. രതുൻ, ഓക്കെ. നമുക്ക് V1, V2, V3, V4 എന്ന് പറഞ്ഞ് മാറും. അത് വേറൊന്നും ഇല്ല, വെർബിന്റെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്ന് പറയുന്നത് മാത്രമാണ് വെർബിന്റെ V1, V2, V3, V4 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ഇല്ലയോ? അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വെർബിന്റെ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കോൺജുഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബ് പ്രസന്റ് ടെൻസിന്റെ ഫോമിലോട്ട് മാറുമ്പോൾ അതിനെ നമ്മൾ V1 എന്നാണ് വിളിക്കുന്നത്, അതായത് ഫസ്റ്റ് ഫോമിലോട്ട് മാറിയത്. ഇനി വെർബിന്റെ സെക്കൻഡ് ഫോമിലേക്ക് മാറുന്നതിനെ, അതിനെ നമ്മൾ പാസ്റ്റ് ഫോമിലേക്ക് മാറുന്നതിനെയാണ് V2 എന്ന് വിളിക്കുക. ഇനി വെർബ് അതിന്റെ തേർഡ് ഫോമിലേക്ക് മാറുന്നത്, അഥവാ നമുക്ക് എന്തെന്ന് പറയുന്നു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയും. ഇനി വെർബ് അതിന്റെ ഫോർത്ത് ഫോമിലോട്ട് മാറുക എന്ന് പറഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ അഥവാ ING ഫോമിലോട്ട് മാറുക എന്ന് പറയും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്ലേ എന്നുള്ള വെർബ് എടുക്കും. ഇപ്പൊ പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലെയിൻ, അങ്ങനെയാണ് വരും. അപ്പൊ ടു പ്ലേ എന്നുള്ളത് ഫസ്റ്റ് ഫോമാണ്.
അപ്പം അത് എല്ലാ വെർബുകൾക്കും ഈ ടൂവിൽ കൂട്ടിയിട്ടാണ് ഒന്നാമത്തെ ഫോം ഉണ്ടാവുക. അപ്പം ടു എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫോമിനെയാണ് നമ്മൾ റൂട്ട് ഫോം എന്ന് പറയുന്നത്. അതിന് വേറൊരു പേര് ടു കൂട്ടിയിട്ട് വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കുക ടു ഇൻഫിനിറ്റീവ് എന്നാണ്. ഇനി ചിലപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഫോം ടു കൂട്ടാതെ പറയും. അപ്പൊ അതിനെ നമ്മൾ പറയുക ബെയർ ഇൻഫിനിറ്റീവ് എന്നാണ്. അപ്പൊ ടു ഇൻഫിനിറ്റീവ് ഉണ്ട്, ബെയർ ഇൻഫിനിറ്റീവ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് ടു ഇൻഫിനിറ്റീവ്, എന്താണ് ബെയർ ഇൻഫിനിറ്റീവ്? ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റീവ് വിത്ത് ടു, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് വിത്ത് ടു. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം വിത്തൗട്ട് ടു. അപ്പൊ നമുക്ക് രണ്ടും വരും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കേണ്ട സ്ഥലം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. അപ്പൊ ഇത് നമ്മൾ കാണും, വെർബിന്റെ യൂസേജ് നമ്മൾ കാണുമ്പോൾ, റൂൾസ് കാണുമ്പോൾ. അപ്പൊ നിങ്ങളുടെ ഈ രണ്ട് ടേംസ് മനസ്സിൽ ഓർത്ത് വെക്കുക. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, അഥവാ വെർബിന്റെ ഏറ്റവും റൂട്ട് ഫോം, അതിൽ ടു കൂട്ടിയിട്ട് വരുന്ന ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫോം നോക്കുക. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഫോം അഥവാ പാസ്റ്റ്, അതിന്റെ പ്രസന്റ് ടെൻസ് എന്നുള്ളതാണ് ഫസ്റ്റ്. നമുക്ക് V1 എന്ന് പറയും. മറ്റേത് റൂട്ട് ഫോം. V1 നമ്മൾ പറയുമ്പോൾ പ്ലേ എന്നുള്ളതിനെ ടു പ്ലേ ആണല്ലോ നമ്മൾ റൂട്ട് ഫോം അഥവാ ടു ഇൻഫിനിറ്റീവ് പറഞ്ഞത്. അതിനെ നമ്മൾ V1 കൊണ്ടുവരുമ്പോൾ വെർബിന് സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും. അപ്പൊ വെർബിന്റെ സിംഗുലർ ഫോം എന്ന് പറഞ്ഞാൽ എല്ലാ വെർബിന്റെയും കൂടെയല്ല, എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെയല്ല, തേർഡ് പേഴ്സൺ സിംഗുലറിന്റെ കൂടെ മാറും. നമുക്കറിയാം 3 പേഴ്സൺസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അതേതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പൊ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ഡിഫറൻസ്, ഒരാള് നമ്മളൊരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ, നമ്മുടെ സംസാരത്തിൽ ആദ്യമായിട്ട് ഇടപെടുന്ന ആളെയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് വിളിക്കുക. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആരാണ്? സ്പീക്കറാണ്, അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പൊ ആരാണ് പേഴ്സൺ? ഐ എന്നുള്ളതാണ് ഫസ്റ്റ് പേഴ്സൺ. ഇനി നിങ്ങൾ കേൾക്കുകയാണ്, അപ്പൊ യു എന്നുള്ളതാണ് സെക്കൻഡ് പേഴ്സൺ. ഇനി നമുക്ക് എന്താണ്? തേർഡ് പേഴ്സൺ എന്ന്. ഈ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആരെയെങ്കിലും കുറിച്ച് റെഫർ ചെയ്യുകയാണെങ്കിൽ, പരാമർശിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ തേർഡ് പേഴ്സൺ എന്നും വിളിക്കുന്നു. അപ്പൊ നമുക്ക് 3 പേഴ്സൺസ് ആണ് ഇംഗ്ലീഷിൽ. ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പൊ ഈ 3 പേഴ്സൺസ് ഉണ്ടെന്നുള്ളത് എപ്പോഴും ഓർത്തു വെക്കുക. ഇനി ഓർക്കേണ്ട കാര്യം, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് പ്രസന്റ് ടെൻസിൽ വരുന്നതെങ്കിൽ, നമ്മൾ ടെൻസ് ഇപ്പൊ കാണും, അന്നേരം കുറച്ചും കൂടി അത് മനസ്സിലാവും എപ്പോഴും. അപ്പൊ തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. ഇനി അത് കൂടാതെ ഒരാളുടെ പേര്, അജയ്, അലൻ, സായൂജ് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ പേരാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ പറയാണ് കൊട്ടിയൂർ, അല്ലെങ്കിൽ വയനാട്, അല്ലെങ്കിൽ മാനന്തവാടി, അതുപോലെ കാലിക്കറ്റ്, ആലപ്പുഴ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതും ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും നമ്മൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം, വളരെ പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്ങിന്റെ പേര് വന്നാൽ അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അല്ലാത്തത് നമ്മൾ ഓർത്തിരിക്കും. ഇനി ഡോൺ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം. ഡോൺ നേരെ ക്യാമറ വെച്ചേ, അവിടെ ഡിസ്റ്റർബ്ഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇനി നമുക്ക് ഈ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് എപ്പോൾ വരുന്നതെങ്കിലും വെർബിന്റെ കൂടെ നമ്മൾ യെസ് എന്നോ ES എന്നോ ചേർത്തിട്ടാണ് പറയുക. അപ്പൊ യെസ് എന്നോ ES എന്നോ ചേർത്തിട്ടാണ് പറയുക എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഏതിന്റെ കൂടെ? ഹി, ഷീറ്റിന്റെ കൂടെ മാത്രം. അല്ലാതെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്, അതിന്റെ കൂടെ എസ് ഓർ ES വേണ്ട. യു എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആണ്, അതിന്റെ കൂടെയും എന്ത് വേണ്ട? എസ് ഓർ ES വേണ്ട. എന്തിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ? തേർഡ് പേഴ്സൺ സിംഗുലറിന്റെ കൂടെ മാത്രമേ എസും ESഉം ഉപയോഗിക്കൂ. തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്, പിന്നെ ഒരാളുടെ, ഒരു സ്ഥലത്തിന്റെ ഒക്കെയുള്ള പേരുകളുള്ള വരുന്ന മാത്രമേ ഉപയോഗിക്കൂ. ഇത് മനസ്സിലായോ ഇല്ലയോ? ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഫോമിലുള്ള ചേഞ്ച് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ടു അക്കംപ്ലിഷ് എന്നുള്ള വെർബ് കൂടിയാണ്. അപ്പൊ ടു അക്കംപ്ലിഷ് സിംഗുലർ ഏതാണ്? അക്കംപ്ലിഷസ്, അല്ലെ? എസ്ഒ ESO ആഡ് ചെയ്തിട്ടുള്ള ഫോം ആയിരിക്കും
സെക്കൻഡ് നമ്മുടെ സിംഗുലർ ഫോം, ഫസ്റ്റ് പ്രസന്റ് ടെൻസിന്റെ ഫോമിൽ വരും. അപ്പൊ അക്കംപ്ലിഷസ് അതിന്റെ പ്ലൂറൽ, അതായത് വിയുടെ കൂടെ, യുവിന്റെ കൂടെ, പിന്നെ ഐയുടെ കൂടെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ദേയുടെ കൂടെ എല്ലാം ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? അക്കംപ്ലിഷ് എന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ പറയുവാണ് കമൽ, കമാൽ, കമൽ എന്നാണോ കമൽ എന്നാണ്? കമാൽ അല്ലെ? കമാൽ, കമൽ, കമൽ, കമൽ തന്നെ. ഓക്കെ, കമൽ സിങ്സ് എന്ന് പറയും. അതേസമയം നമ്മൾ കമൽ ആൻഡ് ഷെഗൻ എന്നാണെങ്കിലോ, കമൽ ആൻഡ് ഷെഗൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും, അപ്പൊ സിങ്സ് എന്നല്ല പറയും, സിംഗ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്ലൂറൽ വന്നാൽ SORES വേണം, ഒന്നിലധികം വന്നു. ഒരെണ്ണം മാത്രമാണെങ്കിൽ നമുക്ക് സിംഗുലർ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ് കൃത്യമായിട്ട് ഓർക്കുന്നത്. മനസ്സിലായോ ഇല്ലയോ? ഓക്കെ, ഇനി അടുത്തത് നോക്കുക, നമുക്ക് ഫോമുകളിലുള്ള ചേഞ്ച് വരുന്നതാണ് നമ്മൾ നോക്കുക. ഇപ്പൊ ഇവിടെ ഈ വാക്ക് ടു അക്കംപ്ലിഷ്, അതിന് നമ്മൾ V1 എങ്ങനെയാണ് വന്നത്? അക്കംപ്ലിഷസ്, അക്കംപ്ലിഷ്. അത് V2 വന്നപ്പോൾ അക്കംപ്ലിഷ്ഡ്, V3 വന്നപ്പോഴും അക്കംപ്ലിഷ്ഡ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന സ്പെഷ്യാലിറ്റി, V1ഉം V2ഉം V3ഉം വരുമ്പോൾ, അഥവാ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുമ്പോൾ അതിന്റെ അവസാനത്തിൽ ED എന്ന് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ED എന്നുള്ള അക്ഷരങ്ങൾ കൊണ്ട് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ചേർക്കുന്ന എല്ലാ വെർബുകളെയും നമ്മൾ റെഗുലർ വെർബുകൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായി? അപ്പൊ റെഗുലർ വെർബിന്റെ പ്രത്യേകത എന്താണ്? അത് ED ചേർത്താണ് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫോം ചെയ്യുന്നത്. എന്നാൽ മറ്റു ചില വെർബുകളുണ്ട് അല്ലെ? നമുക്ക് ചില വെർബുകളുടെ പ്രത്യേകത, ഇപ്പൊ ഗോ എന്നുള്ള വെർബ്, ടു ഗോ, അപ്പൊ അതിന്റെ സിംഗുലർ എന്താണ്? ഗോസ്. സ്ക്രീൻ ക്ലിയർ അല്ല എന്ന് വെച്ചാൽ ഇപ്പം സാറ് പറയുന്നതല്ല സ്ക്രീനിലുള്ളത്, ഞാൻ പറയുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പോഴോ? ഇപ്പൊ കാണാമോ? ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ നോക്കുക, ടു ഗോ എന്നുള്ളത് നോക്കുക. ഗോയുടെ സിംഗുലർ ഏതാണ്? ഗോസ്, ഗോ എന്നുള്ളത്. എന്നാൽ അത് V2 ആയപ്പോഴത്തേക്കും ഗോഡ് എന്നല്ല പറയും അല്ലെ? നമ്മൾ വെന്റ് എന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ V3 എന്താണ്? ഗോൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ വെർബുകൾ നമ്മൾ കണ്ടു അല്ലെ? അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ്? V2ഉം V3ഉം ED ചേർത്തല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള വെർബുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇറഗുലർ വെർബുകൾ എന്ന് പറയുന്നു. അപ്പം വെർബുകളുടെ കോൺജുഗേഷൻ അനുസരിച്ച് വെർബുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് വെർബുകളുടെ? എങ്ങനെയാണ് നമ്മൾ പറയുക? റെഗുലർ വെർബുകളും ഇറഗുലർ വെർബുകളും. റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ വെർബുകളുടെ V2ഉം V3ഉം ആക്കുവാനായിട്ട് ED ചേർത്ത് ഫോം ചെയ്യുന്നതിനെയാണ് റെഗുലർ വെർബുകൾ എന്ന് വിളിക്കുക. ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ V2ഉം V3ഉം ആക്കുവാനായിട്ട് ED അല്ലാതെ മറ്റു ഫോമുകൾ ചേർക്കുന്നതിനെയാണ് ഇറഗുലർ വെർബുകൾ എന്ന് പറയുക. അപ്പൊ ഇത് നമ്മൾ ഓർത്ത് വെക്കുക. റെഗുലർ വെർബുകൾ, ഇറഗുലർ വെർബുകൾ. ക്ലിയർ ആണോ? അത് നമ്മൾ ആ ടേബിൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് അയച്ചു തരും. അതിൽ നിന്ന് ഇറഗുലർ വെർബുകൾ കൃത്യമായിട്ട് ഓർത്ത് പഠിച്ചു വെക്കണം. റെഗുലർ വെർബ് നമുക്ക് എളുപ്പമാണ്, ED ചേർത്ത് പോയാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി. ഇനി നമുക്ക് V3ഉം V4നും ഉള്ള പ്രത്യേകത കണ്ടോ? V4 എന്ന് പറഞ്ഞാൽ ING ഫോം, V3 എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിന് രണ്ടിനുമുള്ള പ്രത്യേകത, V3ഉം V4ഉം ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുകയില്ല. അത് എപ്പോഴും എങ്ങനെ നിൽക്കുകയുള്ളൂ? അത് എപ്പോഴും വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, V3ഉം V4ഉം എപ്പോഴും മറ്റൊരു ഓക്സിലറി വെർബിന്റെ സഹായത്തോടു കൂടി മാത്രമേ നിൽക്കൂ. അപ്പൊ നമ്മൾ ഗോൺ എന്ന് പറയുവാണ്. ഗോണിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഗോണിന്റെ മുൻപ് എന്തുണ്ടാകണം? ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉണ്ടാകണം. അപ്പൊ നമ്മൾ പറയും ഹി ഹാസ് ഗോൺ അല്ലെങ്കിൽ ഹി ഈസ് ഗോൺ എന്നും പറയും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗീവ് ആണെങ്കിലോ, ഗിവൺ ആണ് V3. അപ്പൊ നമ്മൾ എന്ത് പറയാം? ഹി ഗിവൺ എ പെൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയുള്ളൂ? ഹി ഹാസ് ഗിവൺ എ പെൻ, അല്ലെങ്കിലോ ഹി ഈസ് ഗിവൺ എ പെൻ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകിൽ V3 അല്ലെങ്കിൽ V4 വന്നാൽ അതിന് മുൻപ് ഉറപ്പായിട്ട് എന്തുണ്ടാവണം? ഒരു ഓക്സിലറി വെർബ്
നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്നുള്ളത് ഓർത്തു വെക്കുക. ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ആണോ അല്ലയോ? ഓക്കെ, അപ്പം ഇതുകൂടി ഓർത്തു വെക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ നമുക്ക് വെർബുകളെ, അതുകൊണ്ട് ഇപ്പം നമ്മൾ പഠിച്ചത്, ഇന്നലെ തൊട്ട് നമ്മൾ കാണുന്നത് വെർബുകളുടെ പല ഫോമുകളാണ്. അപ്പം വെർബുകളുടെ പല ഫോമുകൾ ക്ലാസ്സിൽ നിന്ന് തന്നെ നോട്ട് മാക്സിമം എഴുതിയെടുത്തോണേ. യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യില്ല, ചിലപ്പോഴേ പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം മാക്സിമം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് രണ്ട് തരത്തിലുള്ള വെർബുകളാണ് ഇന്നലെ നമ്മൾ പഠിച്ചതിന്റെ ഒരു റിവിഷൻ ആണ് കേട്ടോ. നമ്മൾ ഓക്സിലറി വെർബുകളിലും മെയിൻ വെർബുകളും എന്ന് നമ്മൾ തിരിച്ചു. മെയിൻ വെർബുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ നമ്മൾ കണ്ടു. എങ്ങനെയൊക്കെയാണ്? റെഗുലർ വെർബുകളും ഇറഗുലർ വെർബുകളും എന്ന് പറഞ്ഞ് നമുക്ക് തിരിക്കാം. വെർബിന്റെ V2ഉം V3യും ED ചേർത്ത് ഫോം ചെയ്യുന്നതിനെ എന്ത് വെർബുകൾ എന്ന് പറയുന്നു? എന്ത് വെർബുകൾ എന്ന് പറയുന്നു? പറഞ്ഞോ. റെഗുലർ വെർബ്. റെഗുലർ വെർബുകൾ എന്ന്. അത് ED അല്ലാതെ ഫോം ചെയ്യുന്ന വെർബുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇറഗുലർ വെർബുകൾ എന്ന്. മനസ്സിലായോ ഇല്ലയോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കണ്ടത് എന്താണ്? ഇതിനകത്ത് വേറെ നമ്മൾ പ്രത്യേകതയായിട്ട് കണ്ടത് എന്താണ്? ഓർമ്മയുണ്ടോ? ഓക്സിലറി വെർബുകളാണ്. ഓക്സിലറി വെർബുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം എന്നാണ് കണ്ടത്. എന്തൊക്കെയാണ് രണ്ടായിട്ട് തിരിക്കാവുന്നത്? പ്രൈമറി ഓക്സിലറിയും സെക്കൻഡറി ഓക്സിലറിയും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ പ്രൈമറി ഓക്സിലറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വെർബുകൾക്ക് ഓർമ്മയുണ്ടോ? ഓക്സിലറി വെർബായിട്ടും മെയിൻ വെർബായിട്ടും നിൽക്കാവുന്ന ഓക്സിലറികളെയാണ് പ്രൈമറി ഓക്സിലറികൾ എന്ന് വിളിക്കുക. ഏതൊക്കെയാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടേ? ആം, ഈസ്, ആർ, വാസ്, ഓർ, വെയർ, ഡു, ഡസ്, ഡിഡ്. ഇവയെ എന്തെന്ന് പറയുന്നു? പ്രൈമറി ഓക്സിലറീസ്. എന്നാൽ നമുക്ക് ഓക്സിലറി വെർബായിട്ട് മാത്രം നിൽക്കാൻ പറ്റുന്നതിനെ സെക്കൻഡറി ഓക്സിലറീസ് എന്ന് പറയും. അല്ലെ? ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, അങ്ങനെയുള്ളത്. ഇന്നലെ നമ്മൾ ആ ലിസ്റ്റ് കണ്ടത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില വെർബുകൾക്ക് ഒരു പ്രത്യേകതയുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കുവാണ്, ഐ റൈറ്റ് എന്ന് പറയും. ഐ റൈറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും. എന്താണ്? ഐ റൈറ്റ്. എന്തെങ്കിലും ചോദ്യം വരുമോ? ഐ റൈറ്റ് വാട്ട്? അല്ലെ? എന്ത് എഴുതി? ലെറ്റർ ആണോ എഴുതിയത്? എസ്സേ ആണോ എഴുതിയത്? ആൻസർ ആണോ എഴുതിയത്? ക്വസ്റ്റ്യൻ ആണോ എഴുതിയത്? നമ്മുടെ മനസ്സിൽ ചോദ്യം വരൂല്ലേ? വരുമല്ലയോ? അപ്പൊ നോക്കുക, അതില്ലെങ്കിൽ റൈറ്റ് എന്ന് എഴുതിയ വെർബ് കംപ്ലീറ്റ് ആവില്ല. മനസ്സിലായോ? ഐ ഗിവ് എന്ന് പറയും. ഉടനെ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചോദിക്കും? ഗിവ് വാട്ട്? അതും അല്ലെങ്കിലോ ഗിവ് ടു ഹൂം? അല്ലെ? ആർക്ക് കൊടുത്തു എന്നോ എന്തു കൊടുത്തു എന്നോ ചോദ്യം വന്നാൽ മാത്രമേ ആ വെർബ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ ഈ വെർബിന്റെ പ്രത്യേകത എന്താണ്? ആ വെർബിന് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് കംപ്ലീറ്റ്. ആ വെർബിന് മറ്റൊരു വേർഡും കൂടി വന്നാൽ മാത്രമേ എന്താവുള്ളൂ? അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അങ്ങനെയുള്ള വെർബുകളെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. ഓക്കെ. വെർബുകളോട് വാട്ട് എന്നോ ടു ഹൂം എന്നോ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള വെർബുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുക. അപ്പൊ ട്രാൻസിറ്റീവ് വെർബിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഈ വാക്കുകൾ ആവശ്യം. അപ്പൊ ഈ വെർബിനോട് വാട്ട് എന്നോ ഹൂം ടു ഹൂം എന്നോ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ ഓബ്ജക്റ്റ് ഓഫ് ദി വെർബ് എന്ന് പറയുക. അല്ലാതെ വെർബ് കഴിഞ്ഞ് വരുന്ന എല്ലാ വാക്കുകളും ഓബ്ജക്റ്റ് അല്ല. മനസ്സിലായോ? ഇപ്പൊ ഐ ഗോ ഹോം എന്ന് പറയുവാണ്. അപ്പൊ ഹോം എന്ന് പറയുന്നത് ഗോയോട് എന്ത് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ്? ഐ ഗോ ഹോം. പറഞ്ഞേ, ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഐ ഗോ ഹോം. അപ്പൊ ഹോം എന്നുള്ളത് ഏതിന്റെ ഉത്തരവാണ്? ഏത് ചോദിക്കുമ്പോൾ വേർന്ന് ചോദിക്കുന്നു. അപ്പൊ വേർന്ന് ചോദിക്കുന്ന ഉത്തരം ആയതുകൊണ്ട് അത് ഓബ്ജക്റ്റ് അല്ല. മനസ്സിലായോ? അതിനെ കോംപ്ലിമെന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ നോക്കാം, 3 കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാം. ട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്. അപ്പൊ ട്രാൻസിറ്റീവ് വെർബിന്റെ പ്രത്യേകത എന്താണ്? വെർബിനോട് വാട്ട് എന്നോ ടു ഹൂം എന്നോ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ ആ വെർബ് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന തരത്തിലുള്ള വെർബുകളെയാണ്
നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കുക. ട്രാൻസിറ്റീവ് വെർബിന്റെ പ്രത്യേകത എന്താണ്? വെർബിനൊപ്പം നിർബന്ധമായിട്ട് ഈ ടു ഹൂം അല്ലെങ്കിൽ വാട്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെയാണ് നമ്മൾ ഓബ്ജക്റ്റ് ഓഫ് ദ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന തരത്തിലുള്ള വെർബുകളെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് വെർബ് കംപ്ലീറ്റ് ആവും. അത്ര ഓർത്ത് വെക്കുക. ഇനി ഓബ്ജക്റ്റ് നിർബന്ധമില്ലാത്ത വെർബുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഓബ്ജക്റ്റ് നിർബന്ധമില്ലാത്ത വെർബുകളെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വെർബിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഓബ്ജക്റ്റ് നിർബന്ധമില്ല. ശരിയല്ലേ? അപ്പൊ ഓബ്ജക്റ്റ് നിർബന്ധമില്ലാത്ത വെർബുകളെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ആണോ അല്ലയോ? ഓക്കെ ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഗോ ഹോം എന്ന് നമ്മൾ, അപ്പൊ ഹോം എന്നുള്ളത് വേർ എന്നുള്ളതിന്റെ ഉത്തരം. അപ്പൊ വേർ എന്നുള്ളതിന്റെ ഉത്തരമായതുകൊണ്ട് അങ്ങനെയുള്ള വെർബുകളെ നമ്മൾ വെർബ്സ് ഓഫ് ഇൻകംപ്ലീറ്റ് പ്രെഡിക്കേഷൻ എന്ന് പറയും. അതിന് നമ്മൾ കോംപ്ലിമെന്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കും. ഇത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുക, എന്തിനാ ഞങ്ങൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പഠിക്കുന്നത്, എന്തിനാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്, ഈ വാക്കുകളൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഇതിന്റെ പ്രത്യേകത, നമുക്ക് ഈ ട്രാൻസിറ്റീവ് വെർബിനെ മാത്രമേ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ ആദ്യം ട്രാൻസിറ്റീവ് വെർബ് എന്താന്ന് പഠിക്കണം, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്ക് ഓബ്ജക്റ്റ് എന്താന്ന് കണ്ടുപിടിക്കും. അല്ലെ? നമ്മളിപ്പം പറയണ ഐ ഗോ ഹോം എന്ന് പറയുവാണ്. അപ്പം എ ഹോം ഈസ് ഗോൺ ബൈ മീ എന്ന് പറയാൻ പറ്റുമോ പാസീവ് വോയിസിൽ? പറയാൻ പറ്റില്ല. അല്ലെ? വീട് ഞാനാൽ പോകപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും. അപ്പൊ നമുക്കത് പോസിബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കത് പാസീവിലോട്ട് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കുന്നത് അത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ട്രാൻസിറ്റീവ് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ വെർബിനോട് നമ്മൾ വാട്ട് എന്നോ ടു ഹൂം എന്നോ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. ആ കിട്ടുന്ന വേർഡിനെയാണ് നമ്മൾ പിന്നെ സബ്ജക്റ്റ് ആക്കി കൊണ്ടുവരേണ്ടത്. ക്ലിയർ ആണോ അല്ലയോ? ഡോൺ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ഇതുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. നമുക്ക് വേർഡ് ഓർഡർ എന്നുള്ളത് സെന്റൻസ് കറക്ഷനിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വെർബിനോട് വാട്ട് എന്നോ ടു ഹൂം എന്നോ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഓബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ രണ്ട് ചോദ്യമല്ലേ നമ്മൾ ചോദിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഹൂം. അപ്പൊ വാട്ട് എന്ന ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുക. ഹൂം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെയാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുക. അപ്പം നമുക്ക് എന്തുണ്ടാകും? ഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ടാകും, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ടാകും. അപ്പം ഈ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റിനെയും ഡയറക്റ്റ് ഓബ്ജക്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കണം, ഒരു സെന്റൻസ് ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഒരുമിച്ച് വന്നാൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിരിക്കണം ആദ്യം ഉപയോഗിക്കണം. ഓക്കെ? ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയണ ഐ ഗീവ് എന്ന് പറയും. അപ്പൊ ഐ ഗീവ് വാട്ട്? ഐ ഗീവ് ടു ഹൂം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയണ ഐ ഗീവ് എ ബുക്ക്. അപ്പൊ ഐ ഗീവ് ടു ഹൂം? ഐ ഗീവ് എ ബുക്ക് ടു ക്രിസ്റ്റോ എന്ന് പറയും. അപ്പൊ ഇവിടെ രണ്ട് ഉത്തരങ്ങൾ വന്നു. ഒന്ന് എ ബുക്ക് ഉണ്ട്, രണ്ട് ക്രിസ്റ്റോയുണ്ട്. മനസ്സിലായോ? അപ്പൊ ക്രിസ്റ്റോ എന്നുള്ളത് എന്തിന്റെ ഉത്തരമാണ്? ഹൂം എന്നുള്ളതിന്റെ ഉത്തരമാണ്, ടു ഹൂം. ബുക്ക് എന്നുള്ളത് എന്തിന്റെ ഉത്തരമാണ്? വാട്ട് എന്നുള്ളതിന്റെ ഉത്തരം. അപ്പൊ നമുക്ക് വാട്ട് എന്നുള്ളതുമുണ്ട്, ഹൂം എന്നുള്ളതുമുണ്ട്. അപ്പൊ ഈ രണ്ട് ഉത്തരങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ പറഞ്ഞത് ഓർക്കുക, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് നിങ്ങൾ ഉപയോഗിക്കും. അപ്പൊ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്? ഹൂം എന്നുള്ളതിന്റെ ഉത്തരമാണ്. ഓക്കെ? അപ്പൊ ഹൂം എന്നുള്ളത് ഫസ്റ്റ് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ ഗീവ്. നമ്മൾ നോർമലി നിങ്ങൾ പറയുക ഐ ഗിവ് എ ഗിഫ്റ്റ് ടു, ഐ ഗിവ് എ ബുക്ക് ടു ക്രിസ്റ്റോ എന്നായിരിക്കും പറയുക. ദാറ്റ് ഈസ് എ റോങ് സെന്റൻസ്. കാരണം അതിനകത്തെ വേർഡ് ഓർഡർ തെറ്റാണ്. അതാണ് നമ്മൾ എഡിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എഡിറ്റിംഗിലാണ് നമ്മളിത് വരിക, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ നോക്ക്, ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ടോ നോക്ക്. അല്ലെ? ഇവിടെ ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐ ഗിവ് എ ഗിഫ്റ്റ് എ ബുക്ക് ടു ക്രിസ്റ്റോ എന്നല്ല, ഐ ഗിവ് ക്രിസ്റ്റോ എ ബുക്ക് എന്നായിരിക്കും പറയുക. അവിടെ പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല, ടു ക്രിസ്റ്റോ എന്ന് വേണ്ടതാണ്. മനസ്സിലായി എന്തിനാ ഞാനത് പറഞ്ഞെന്നുള്ളത്? ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും പറഞ്ഞെന്നുള്ളത് അതൊരു എറർ ആയിട്ട് നമുക്ക് കിട്ടും, സെന്റൻസിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ട്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഐ ഗീവ് എ ബുക്ക് ടു ക്രിസ്റ്റോ എന്ന് സെന്റൻസിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റോങ് കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം? ഐ ഗീവ് ക്രിസ്റ്റോ എ ബുക്ക്.
മനസ്സിലായോ ഇല്ലയോ? ഓക്കെ, ക്ലിയർ ആണോ അല്ലയോ? ഡോണെ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ അവിടെ വർത്താനം പറയുന്നതെന്ന് എനിക്കറിയാം, ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കാതെ വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കി വെക്കാൻ വേണ്ടി പറയുന്നത്. കേട്ടല്ലോ? ക്ലാസ്സിൽ ശ്രദ്ധിച്ച് ഇരിക്കുക. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. എഡിറ്റിംഗിൽ ചെറിയ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ആൻസറിന് വരിക. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഇത് നോട്ട് ചെയ്യല. നമ്മൾ നോർമലി പോകും. ഇപ്പൊ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഐ ഗീവ് എ ബുക്ക് ടു ക്രിസ്റ്റോ എന്നുള്ളത് ശരിയായിട്ടാണ് പഠിച്ചു വെച്ചിട്ടുള്ളൂ അല്ലേ? അപ്പൊ അത് ഈ നോക്കുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എഡിറ്റിംഗിൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത, അപ്പൊ നമ്മൾ ഇവിടെ കണ്ടു ഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അടുത്ത, ഇപ്പൊ ഇവിടെ നോക്കുക, ഐ ഗേവ് മൈ മദർ എ ഗിഫ്റ്റ്. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇങ്ങനെ ആയിരിക്കണം ആ ഇക്വേഷൻ. നിങ്ങൾക്ക് സ്ക്രീൻ കാണത്തില്ലേ? കാണത്തില്ല. അപ്പൊ അതിന്റെ ആ ഇക്വേഷൻ ഓർത്ത് വെക്കണം. അത് എഡിറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറെ ക്വസ്റ്റ്യൻസ് ആ റേഞ്ചിൽ വരാനുള്ള സാധ്യത. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഈ വെർബുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിലെ വ്യത്യാസങ്ങളിലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വെർബുകൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക? നമുക്ക് വെർബുകൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വെർബിന്റെ ടൈം പ്രധാനപ്പെട്ടതാണ്, വെർബ് ഉപയോഗിക്കുന്നതിന്റെ നേച്ചർ, രീതിയും പ്രധാനപ്പെട്ടതാണ്. അപ്പം വെർബുകൾ ഉപയോഗിക്കുന്ന ടൈമും വെർബ് ഉപയോഗിക്കുന്ന രീതിയും അനുസരിച്ച് വെർബിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കും. അല്ലെ, വെർബിനെ നമുക്ക് രണ്ടായി. അത് ഞാനിപ്പോ പറയാം. അതിനു മുൻപ് അതിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെൻസ് എന്ന് പറഞ്ഞാൽ വെറും പാസ്റ്റിൽ നടന്നോ പ്രസന്റ് നടന്നോ എന്നുള്ളത് മാത്രമല്ല. വെർബിൽ രണ്ട് കാര്യങ്ങൾ അല്ലെ, ടെൻസിൽ രണ്ട് കാര്യങ്ങൾ. എന്താണ് ഒന്നാമത്തെ കാര്യം? നടന്ന സമയം. ഓക്കെ, എന്താണ് നടന്ന സമയം? നമ്മൾ പറയും സമയം ഇന്നലെയാണോ നടന്നത്, ഇന്നാണോ നടന്നത്, നാളെയാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയും. രണ്ടാമത്തെ കാര്യം വെർബ് നടക്കുന്ന രീതി ഏതാണ്. അപ്പൊ നടക്കുന്ന രീതി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് എപ്പോഴും നടക്കുന്ന, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പൊതുവായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ജനറലി ലോകം മൊത്തം നടക്കുന്ന ഒരു രീതിയാണോ, അതോ ഇപ്പോൾ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണോ, അതോ നാളെ നടക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സമയം വരെ നടക്കുന്ന കാര്യമാണോ, അതോ പാസ്റ്റിലെ ഏതെങ്കിലും ഒരു സമയത്ത് തുടങ്ങി ഈ സമയം വരെ നടക്കുന്നതാണോ? മനസ്സിലായോ? ഈ പറയുന്നയാള് ഒരു പൊതു സത്യമാണോ പറയുന്നത്, അയാള് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണോ പറയുന്നത്? അപ്പൊ അതിനകത്തെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? ഒരു നേച്ചർ ഓഫ് ദി ആക്ഷൻ, പറയുന്ന കാര്യത്തിന്റെ രീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെർബുകളെ നമുക്ക് ഈ ടെൻസിൽ രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഏതൊക്കെയാണ് രീതികൾ? ഒന്ന്, ആക്ഷൻ നടക്കുന്ന സമയം. രണ്ട്, ആക്ഷൻ നടക്കുന്ന രീതി. ആക്ഷൻ നടക്കുന്ന സമയവും ആക്ഷൻ നടക്കുന്ന രീതിയും അനുസരിച്ച് ടെൻസിൽ നമുക്ക് 12 തരത്തിൽ നമുക്ക് തിരിക്കാം. ആക്ഷൻ നടക്കുന്ന സമയം അനുസരിച്ച് 3 ആയിട്ട് തിരിക്കാം. ആക്ഷൻ നടക്കുന്ന രീതി അനുസരിച്ച് 4 എണ്ണം വെച്ചിട്ട് നമുക്ക് തിരിക്കാം ഈ 3 സമയത്തെ. അങ്ങനെയാണ് 12 ടെൻസുകൾ ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് അതിനകത്ത് എല്ലാ ടെൻസുകൾക്കും 4 രീതികളിലാണ് മാറുക. അത് ആദ്യം മനസ്സിലാക്കി പിന്നെ നമുക്ക് ടെൻസ് പഠിക്കാൻ എളുപ്പമാണ്. ഒന്നാമത്തെ എന്താണ്? ടെൻസ് നടക്കുന്ന സമയം. അപ്പൊ അത് നമുക്ക് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണ്? ടെൻസ് നടക്കുന്ന, ആക്ഷൻ നടക്കുന്ന രീതി അല്ലെ. ഒരു കാര്യം ഇത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുവാണ് ഐ ആം ലിവിങ് ഇൻ കൊട്ടിയൂർ എന്ന് ഞാൻ പറയുവാന്ന് ഓർക്കുക. ദാറ്റ് ഈസ് എ റോങ് സെന്റൻസ് ആക്ച്വലി. കാരണം എന്താണ്? ഐ ആം ലിവിങ് ഇൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇവിടെയാണ് ജീവിക്കുന്നത്, ഈ സമയത്തും ഇവിടെയാണ് ജീവിക്കുന്നത്, നാളെയും ഇവിടെ തന്നെയാണ് ജീവിക്കാൻ സാധ്യത. അപ്പൊ എന്റെ ഒരു പൊതു കാര്യമല്ലേ പറയുന്നത്, അതുകൊണ്ട് ആ സെന്റൻസ് തെറ്റാണ്. അവിടെ പറയുന്ന രീതിയിൽ എന്റെ ഒരു കോമൺ കാര്യം, എപ്പോഴും നടക്കുന്ന ഒരു കാര്യം, ജനറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പം എന്താണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ നിങ്ങളോട് പറയുവാണ്, നിങ്ങളോട് ചോദിക്കും പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, നിങ്ങളോട് ഇന്റർവ്യൂവിൽ ചോദിക്കും ആദ്യം തന്നെ. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഐ ആം കമ്മിങ് ഫ്രം കേരള അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുവാന്ന് നിങ്ങൾ വെക്കോ?
അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ ടെൻസ് പ്രകാരമുള്ള അർത്ഥം ഈ പറയുന്ന സമയത്ത് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ആണോ? അല്ലല്ലോ, നിങ്ങൾ അവിടെ ഇരിക്കുവല്ലേ, അപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കുകയല്ല. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു അവസ്ഥയാണ് പറയുന്നത്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറയാവുള്ളൂ. ഐ കം ഫ്രം ഇന്ത്യ എന്നേ പറയൂ. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അതേസമയം നിങ്ങളെ ഒരാൾ ഫോൺ വിളിക്കുവാണ്, എടാ നീ ഒരു കാര്യത്തിൽ നിങ്ങളൊരു ഫംഗ്ഷന് വിളിച്ചു, അല്ലെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചു. അപ്പൊ നിങ്ങൾ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് അയാൾ ഫോൺ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും ഐ ആം കമ്മിങ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? ഈ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ആക്ഷനിലാണ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആ വണ്ടിയിലാണ് ഇരിക്കുന്നത്, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് യാത്രയിലാണെന്നാണ് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ആക്ഷൻ പൊതുവായിട്ട് കോമൺ ആയിട്ട് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ക്ലിയർ ആയോ? മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ പറയുകയാണ്, ഐ ആം സിംഗിങ് സോങ്സ് എവറി ഡേ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താണ്? എല്ലാ ദിവസവും ഞാൻ പാട്ട് പാടാറുണ്ട്, പാടുന്നു എന്നാണ് പറയുക. അപ്പൊ അത് ഈ പറയുന്ന സമയത്ത് പാടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് എന്തേ പറയാവുള്ളൂ? ഐ സിംഗ് സോങ് അല്ലെ എന്ന് പറയാം. മനസ്സിലായോ? ഐ സിംഗ് സോങ് എവറി ഡേ എന്ന് പറയും. മനസ്സിലായോ ഇല്ലയോ? അപ്പൊ ഇതാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകും. അപ്പൊ ടെൻസ് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളിങ്ങനെ ഇന്ന് ഈ പ്രസന്റിൽ എല്ലാ കാര്യവും ഏത് പ്രസന്റിൽ ഉപയോഗിക്കാന്ന് പഠിക്കുന്നു. ഒരു ടെൻസിന് അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇത് ക്ലിയർ ആണോ അല്ലയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇനി നമ്മൾ ടെൻസിലേക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പോകാൻ പോകും. അപ്പൊ ടെൻസുകൾ നമ്മൾ കാണത്തില്ലേ, സ്ക്രീൻ കാണത്തില്ലേ? ഓക്കെ, നമുക്ക് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് നമുക്ക് ടെൻസുകളെ തിരിക്കാം. എന്നിട്ട് നമുക്ക് അതിനെ എല്ലാ ടെൻസുകളെയും സിമ്പിൾ എന്നും കണ്ടിന്യൂസ് എന്നും പെർഫെക്റ്റ് എന്നും പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും തിരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ടൈം ആയിട്ടാണ് 3 എണ്ണം തിരിക്കുക, അതിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് 4 എണ്ണമായിട്ട് തിരിക്കുക എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നോക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം? സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്ട്. ഇത് ഓർത്തു വയ്ക്കും. അപ്പൊ V1 എന്ന് പറയുമ്പോൾ ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട പ്രത്യേകത. ഒന്നാമത്തെ V1 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ കോൺജുഗേഷൻ കണ്ടില്ലേ? ഓർമ്മയുണ്ടോ? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത്, ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു കോൺജുഗേഷൻ. അപ്പൊ നമ്മൾ വർക്ക് എന്ന് പറയുവാണ്, അതിന്റെ V1 ഏതൊക്കെയാണ്? കാർത്തിക, ഏതൊക്കെയാണ് V1 ഗോ എന്നുള്ളതിന്റെ? കാർത്തിക കേൾക്കുന്നില്ല? ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ലേ? ചോദ്യം കേട്ടില്ലേ? അതാണ് പ്രശ്നം, നിങ്ങൾ ഇവിടെ അല്ല ശ്രദ്ധിക്കുന്നേ. ഓക്കെ, ഉറക്കം വരുന്നുണ്ടോ? അതാണോ? ഓക്കെ, ക്ലാസ്സിൽ ശരിക്കും ഇരിക്കുക, ആക്റ്റീവായിട്ട് ഇരിക്കുക. ഡോൺ ഏതാണ്? ഞാൻ ഇപ്പൊ എന്താ ചോദിച്ചേ? ഡോൺ, ഓഡിയോ അൺമ്യൂട്ട് ചെയ്തേ. ഡോൺ, അവിടെ ഓഡിയോ അൺമ്യൂട്ട് ചെയ്തേ. എന്താ ഞാനിപ്പോ എന്താ ചോദിച്ചേ? സിമ്പിൾ പ്രസന്റ് ഇതെന്താന്ന്? ഏതെന്താന്ന്? ഞാൻ എന്താ ചോദിച്ചേ? അറിയില്ല. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുവല്ലേ ചെയ്യുന്നത്? ഞാനിപ്പോ എന്താ ചോദിച്ചിട്ട് പോലും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് രാവിലെ വന്നിട്ട്? ഒരു കാര്യം ഞാൻ പറയാം, ഡെന്നിസ് സാറിനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയോ, കഴിഞ്ഞ പ്രാവശ്യം ഇതേ എക്സാം എഴുതിയിട്ട് അതിനകത്ത് ആകെപ്പാട് കുറച്ചു പേരെ പാസ്സായിട്ട്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കൂല. ഇവിടെ വന്നിട്ടും എൻ്റെ അടുത്ത് ഈ എന്താണ് നമ്മുടെ സിംഗപ്പൂരിനുള്ള സ്റ്റുഡൻസ് കുറെ പേര് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിനുള്ള ഒരു ഉത്സാഹമോ ചൂടൊന്നും അവർ കാണിക്കാറില്ല. അതുകൊണ്ടാണ് അവരുടെ സ്കോർ കുറയുകയും ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയും, ഞാനും ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10-18 വർഷമായി.
ഇപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങളിപ്പോ അവിടെ നിന്ന് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ആകെപ്പാടെ 4-5 പേര് മാത്രമേ മര്യാദയ്ക്ക് ക്ലാസ്സിലിരിക്കുന്നു. ബാക്കി എല്ലാവരും വേറെ ഓരോ ലോകത്തായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗ്രാമറാണ്, നിങ്ങളുടെ എക്സാം ഗ്രാമറാണ്, അല്ലാതെ ഇത് വേറെ രീതിയിലല്ല വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ രീതി തന്നെ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് പഠിപ്പിക്കുന്ന ആളോടും പഠിപ്പിക്കുന്ന കാര്യത്തോടും നിങ്ങൾ ഒരു കൃത്യമായിട്ട് ഒരു റെസ്പെക്റ്റും അതുപോലെ ആ കാര്യത്തോട് ഗൗരവം കാണിച്ചിട്ടില്ലെങ്കിൽ പഠിത്തം എന്നുള്ള സംഭവം നടക്കില്ല. അത് മനസ്സിലാക്കി വെച്ചു. നമ്മൾ എത്ര വലിയവരാണെങ്കിലും അറിവ് എന്നുള്ളത് കിട്ടണമെങ്കിൽ ഒരു സുതാര്യത, ഒരു ട്രാൻസ്പെറൻസി, സത്യസന്ധത, പിന്നെ എളിമ, ഇതൊക്കെ നമുക്ക് വേണം. അത് നിർബന്ധമാണ്. ഒരു കാര്യത്തിന് ഇരിക്കുന്ന സമയത്ത് മാന്യമായിട്ട് ഇരുന്ന് കാര്യം പറയുന്ന എന്താന്ന് കേട്ട് നോട്ട് എഴുതിയെടുത്തിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് വേറെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ചോദിച്ച എന്താന്ന് ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആ ഉത്തരത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇത്രയും നേരം ടൈം വേസ്റ്റ് ചെയ്തു എന്നല്ലേ? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. എന്താ ചോദിച്ചത്? ആർക്ക് പറയും? ഞാനിപ്പോ എന്താ ചോദ്യം ചോദിച്ചത്? അല്ലേ? ഗോയുടെ V1 ആണ് ചോദിച്ചത്. ആദ്യം വർക്കിന്റെ V1 ചോദിച്ചു. ഈ രണ്ടെണ്ണം കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് പറയുക? എങ്ങനെയാണ് ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ഈ ക്ലാസ് ബോർ അടിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ലെന്നോ തോന്നിയാൽ നിങ്ങൾക്ക് മെസ്സേജ് തന്നാൽ മതി. ഞാൻ നിങ്ങൾ തന്ന 2000 രൂപയുടെ ഫീസ് തിരിച്ചു തന്നേക്കാം. എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ട് രാവിലെ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടി. ഇത് ഇല്ല പറ്റുകയില്ലെന്ന് ഞാൻ പറഞ്ഞ ഇക്കാര്യം കൊണ്ട് തന്നെ ഡെന്നി സാറിനോട് ചോദിച്ചു നോക്കി. അപ്പൊ ഡെന്നി സാർ പറഞ്ഞു അങ്ങനെയല്ല, കുറച്ച് ഏതെങ്കിലും ഒരു സമയം കണ്ടുപിടിച്ച് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സമയം ചെയ്യുന്നത്. എനിക്ക് അല്ലാതെ ഇഷ്ടംപോലെ സമയം കിട്ടും. ഈ 1 മണിക്കൂർ എനിക്ക് ഇത്രയും IL സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി കിട്ടും. ഇഷ്ടംപോലെ ബാച്ച് അവർ ചോദിക്കുന്നത്. 10-18 രാജ്യങ്ങളിൽ ഇവിടെ പഠിക്കുന്നുണ്ട് പിള്ളേര്. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സമയം മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് കാണുന്നത്. ഇന്ന് തന്നെ ഇപ്പൊ നോക്ക്, എത്ര പ്രാവശ്യം നിങ്ങളോട് ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ സീരിയസ്നെസ് ഇല്ല. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചാൽ മറുപടി ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചിട്ട് അത് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ, ഡോണൊക്കെയാണ് ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നയാള്. നോർമലി നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ടോ? ഡോൺ പിന്നെ എന്തിനാ ആരോടെ ഈ വർത്താനം പറയുന്ന ഇടയ്ക്ക്? ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ വർത്താനം, നിങ്ങൾക്ക് വേണേ വീഡിയോ ഞാൻ അയച്ചുതരാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വീഡിയോയിൽ ഇരുന്നു, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇരുന്ന് വർത്താനം പറയുന്ന പോലെ ഇരിക്കരുത് ക്ലാസ്. അതൊരു ക്ലാസ്സിൽ ഇരിക്കുന്നതിന്റെ ഇമ്പാക്റ്റ് അല്ല. അവിടെ ഉറങ്ങുന്നവരുണ്ട്. ഞാൻ ഉറങ്ങാതിരിക്കാനാണ് നിങ്ങളോട് ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഡിസ്റ്റർബൻസ് ആണ്. എനിക്ക് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ പഠിക്കണം, അതെനിക്ക് നിർബന്ധം. ഇവിടെ ഉള്ളവരുണ്ട്, നേരത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചവരുണ്ട്, അവരോട് ചോദിച്ചു വെക്കുക. അങ്ങനെയാണ് ഇവിടെ പോവുക. അല്ലാണ്ട് ചുമ്മാ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അങ്ങനെ ഇരുന്ന് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചും പഠിക്കാതെ ഒക്കെ ഇരിക്കാനാണെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നാൽ പോരെ. എനിക്ക് തന്നെ ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ ഫ്രീ ടൈമിൽ കിട്ടുമ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ എഫർട്ട്. ഇപ്പൊ ശനിയാഴ്ചത്തെ ക്ലാസ് പറഞ്ഞ ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രൊഫസറെയാണ് നിങ്ങൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യം അവർക്കൊക്കെ തിരക്കുള്ളതാണ്. അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇതും നമ്മൾ കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതും ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കുക കേട്ടോ. ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജനറേഷനുള്ള ഒരു മെയിൻ പ്രശ്നം അത്. പഠിപ്പിക്കുന്നവരോടോ പഠിക്കുന്ന കാര്യത്തോടോ റെസ്പെക്ട് കാണിക്കാണ്ടാവുമ്പോൾ നമുക്ക് ആ പെർഫോമൻസ് എന്നുള്ളത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വിഷമം തോന്നിയാലും ഞാൻ ആ ഉള്ള കാര്യം അതുപോലെ തന്നെ പറയുന്നു. നമുക്ക് പഠിക്കണം എന്നുണ്ടോ കൃത്യമായിട്ട് എന്നെ പറ്റിച്ചിരിക്കാന്ന് വിചാരിക്കരുത്. അത് ശരിയായ രീതിയല്ല. കാരണം അത് എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകൻ ആരാണെങ്കിലും അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് വരയ്ക്കും. ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ല കുറെ പേര്. ഞാൻ അതുകൊണ്ടാണ് 1-2 പേരോട് കൃത്യമായിട്ട് തന്നെ ചോദിച്ചത്. അത് നിങ്ങൾ ഇനി ഇരിക്കുന്ന ഒന്നല്ല, ഇനി ഞാൻ വേണം ചോദിക്കുക ഓരോരുത്തരോട്. അങ്ങനെയുള്ളത് വളരെ കൃത്യമായിട്ട് ഇരിക്കുന്നവരുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിച്ചത് ടു ഗോ എന്നുള്ളതിന്റെ V1 എന്താണ് പറയാമോ? ഗോസ്, ഗോ അല്ലെ, സിംഗുലർ. അപ്പൊ നമ്മൾ ഏതിന്റെ കൂടെയാണ് അത് ഉപയോഗിക്കുക?
ഗോസ് എന്നുള്ളത് ഹി ഷീ ഇറ്റ് എന്നുള്ളതിന്റെ കൂടെ ഗോസ്. അതിന്റെ ബാക്കി എല്ലാ ഫോമിന്റെ കൂടെയും ഏത് ഉപയോഗിക്കും? ഗോ എന്ന് ഉപയോഗിക്കും. ആണല്ലോ? ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നോക്കുക, കറപ്ഷൻ എന്നുള്ള വാക്കുകൂടോ. അപ്പൊ കറപ്ഷൻ എന്ന് പറയും നമ്മൾ ഹി ഷീറ്റ് കിട്ടിയാൽ എളുപ്പമാണ് അല്ലെ, നമുക്ക് പ്രോനൗൺ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാം എസ് ഓർ എസ് ആണ്. പക്ഷെ മറ്റു വാക്കുകൾ വരും. അപ്പോഴാണ് നിങ്ങൾക്ക് എഡിറ്റിംഗിൽ ഏറ്റവും പ്രശ്നമുണ്ട്. എഡിറ്റിംഗ് എന്നുള്ളതിൽ തെറ്റ് കണ്ടുപിടിക്കുന്നതിൽ വ്യത്യാസം. കറപ്ഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് വരുവാണ്. അപ്പൊ കറപ്ഷൻ എന്നോ ഗ്ലോബലൈസേഷൻ എന്നോ പൊല്യൂഷൻ എന്നോ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ അതും എന്താണ്? തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? കളർ എന്ന് വരുവാണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ബ്യൂട്ടി എന്ന് പറയുവാണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. പറഞ്ഞത് പിടികിട്ടിയോ? സ്റ്റഡി എന്ന് വരുവാണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ബാക്കിയുള്ള ഹീ ഷീറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇത് വരുമ്പോൾ തെറ്റിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, ഇനി പറയുവാണ്. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. സബ്ജക്ട് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ട് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്നോ? ഓക്കെ, ഒപ്പീനിയൻ ഓഫ് ദി പേരൻസ് എന്ന് പറയും. അപ്പൊ അത് ഏത് പേഴ്സൺ? ഒപ്പീനിയൻ ഓഫ് ദി പേരൻസ്. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. പേരൻസ് എന്നാണ് അവസാനിച്ചത്. അപ്പൊ എന്തായിരിക്കും? ഒപ്പീനിയൻ ഓഫ് ദി പേരൻസ്. അതാണ് നമുക്ക് പറ്റുന്ന അപകടം. മനസ്സിലായോ? നമുക്ക് അവിടെ നമ്മൾ നോക്കാം, പേരൻസ് എന്നുള്ള വേർഡ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മളത് പ്ലൂറൽ ആയി ചിന്തിക്കും. പക്ഷെ ആ സെന്റൻസിന്റെ സബ്ജക്ട് ഒപ്പീനിയൻ അല്ലേ? പേരൻസിന്റെ അഭിപ്രായം എന്നല്ലേ നമ്മൾ പറയുന്നത്? അപ്പൊ അത് സിംഗുലർ ആയിട്ടേ കൺസിഡർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ അത് അവസാനിക്കുന്ന വേർഡോ അതിലുള്ള നൗണുകൾ പ്ലൂറൽ ആണോ എന്നല്ല നോക്കേണ്ടത്. നമ്മൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഐഡിയ എന്താണെന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒപ്പീനിയൻ ഓഫ് ദി പേരൻസ് ഈസ് എന്നാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത് പിടികിട്ടിയോ? ഇനിയും ഇങ്ങനെ പറയുവാണ്, പ്രൈസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ന് പറയും. പ്രൈസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. നമ്മളതിൽ എന്തിനെ കുറിച്ചാ അപ്പൊ പറയുന്നത്? എന്തിനെ കുറിച്ചാ പറയുന്നത്? എസെൻഷ്യൽ കമ്മോഡിറ്റീസിനെ കുറിച്ചാണോ പ്രൈസിനെ കുറിച്ചാണ്? പ്രൈസിനെ കുറിച്ചാണ്. അപ്പൊ പ്രൈസ് സിംഗുലർ അല്ലേ? അപ്പം കമ്മോഡിറ്റീസ് എന്നുള്ള വാക്ക് പ്ലൂറൽ ആണെന്നുള്ള ചിന്തിക്കണ്ട. നമ്മൾ ഏത് എടുക്കാവുള്ളൂ? പ്രൈസ് എന്നുള്ള വാക്ക്. അപ്പൊ അത് സിംഗുലർ ആണ്. അപ്പൊ അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അപ്പം ഇത് ഓർത്ത് വെക്കണം. അതായത് ഒന്നിലധികം വാക്കുകൾ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ആ ഒന്നിലധികം വാക്കുകളിലെ ഫസ്റ്റ് വേർഡ് ഏതാണ്, അഥവാ മെയിൻ വേർഡ് ഏതാണെന്ന് നോക്കാം. ആ മെയിൻ വേർഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? പറഞ്ഞത് പിടികിട്ടിയോ? ഓക്കെ, ഇങ്ങനെ പറയുവാണ്, എക്സ്പെൻസ് ഓഫ്, നോക്കണേ, എക്സ്പെൻസ് ഓഫ് വേരിയസ് വെഡിങ് ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ സബ്ജക്ട് ഏതാണ്? നമ്മൾ എക്സ്പെൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ, വെഡിങ് ഫങ്ഷൻസിനെ കുറിച്ചല്ല. അപ്പം പല വെഡിങ് ഫങ്ഷൻസിന്റെ എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അപ്പം വെഡിങ് ഫങ്ഷൻസ് എന്നുള്ളത് നമ്മൾ നോർമലി തെറ്റിദ്ധരിക്കും, അതാണ് സബ്ജക്ട്, അത് പ്ലൂറൽ അല്ല എന്ന് വിചാരിച്ച് അടുത്ത വെർബ് പ്ലൂറൽ ആയിട്ട് എടുക്കും. അപ്പൊ അന്നേരം അത് തെറ്റാവും. പറഞ്ഞത് പിടികിട്ടിയോ? അടുത്ത വെർബിലായിരിക്കും നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവുക, അത് കറക്റ്റ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇൻക്രീസസ് എന്നൊരു സെന്റൻസിലും ഇൻക്രീസ് എന്നൊരു സെന്റൻസിലും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇൻക്രീസ് എന്നുള്ളതല്ല അവിടെ എടുക്കേണ്ടത്. എക്സ്പെൻസ് ഓഫ് വേരിയസ് വെഡിങ് ഫങ്ഷൻസ് എന്തായിരിക്കണം? ഇൻക്രീസസ് എവരിഡേ എന്നായിരിക്കും. മനസ്സിലായോ ഇല്ലയോ? ഇൻക്രീസ് എവരിഡേ അല്ല. അപ്പൊ ഇൻക്രീസ് എന്നുള്ളത് പ്ലൂറൽ ആണ്, ഇൻക്രീസസ് ആണ് സിംഗുലർ അല്ലേ? വെർബിന്റെ കൂടെ എസ് ഓർ ഈസി ആർക്കുമ്പോഴല്ലേ സിംഗുലർ ആവുക. അപ്പം ഇതോടെ ഇവിടെ നോക്കിയ കറപ്ഷൻ ഇൻക്രീസസ് എവരിഡേ, പൊല്യൂഷൻ ഈസ് എ റിയാലിറ്റി. ബാക്കിയുള്ള ഞാൻ അപ്പൊ നമുക്ക് വരിക ആം, ഈസ്, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ്, വർക്ക്, വർക്ക്സ്, പ്ലേ, പ്ലേസ്, റൈറ്റ്, റൈറ്റ്സ്, ഡ്രോ, ഡ്രോസ്, ഡാൻസ്, ഡാൻസസ്. ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ട വാക്ക്. ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ആണോ അല്ലയോ? അപ്പം ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്.
അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം ഇങ്ങനെയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് മോസ്റ്റ് കൺഫ്യൂസിംഗ് ആയിട്ട് വരിക, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അതിനകത്താണ് വരിക. അതുകൊണ്ട് നമ്മൾ അത് എങ്ങനെയാണ് മറ്റ് ഫോമുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരുന്നതെന്നാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഒന്നാമത്തെ നോക്കിയാൽ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സെന്റൻസസ് യൂസ് ചെയ്യാം അല്ലെ. പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം, നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണ്? ഒന്നാമത്തെ നോക്കിയേ, സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്ട്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്ട്. ഇപ്പൊ നമ്മൾ കണ്ടു കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. സിംഗുലർ ആണ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഒറ്റ കാര്യത്തെ കുറിച്ചാണ്. രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിലും ഒറ്റ കാര്യത്തെ കുറിച്ചാണ്. ഇൻക്രീസസ് ഡെയിലി. അപ്പൊ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് ഇവിടുത്തെ സബ്ജക്ട്, ഇൻക്രീസസ് ആണ് വെർബ്, ഡെയിലി എന്നുള്ളത് അതിന്റെ ബാക്കിയുള്ള കോംപ്ലിമെന്ററി പോർഷൻ ആണ്, ആഡ് വെർബ് ആണ് എന്നുള്ളത്. അത് ഓബ്ജക്റ്റ് അല്ല. ഇനി അത് നമ്മൾ ഇങ്ങനെ പറയുവാണെങ്കിലോ, ആം ഈസ് ആറിൽ പറയുവാണെങ്കിലോ, സബ്ജക്ട് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. കാരണം ആം ഈസ് ആറിന് ശേഷം നമ്മൾ ഒരിക്കലും V1 ഉപയോഗിക്കും. ഇത് ഓർത്ത് വെക്കണം. ഇത് ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്ന ഒരു കാര്യം. ഓക്കെ, ജോൺ ഈ സ്റ്റഡി വെൽ എന്ന് പറയുവോ? ഇല്ല. സ്റ്റഡി എന്നുള്ളത് വെർബ് അല്ലേ. അപ്പൊ ഈസിന് ശേഷം സ്റ്റഡി എന്നുള്ളത് വെർബ് വരൂല. മനസ്സിലാവുന്നോ? ജോൺ ഈസ് പ്ലേ വെൽ എന്ന് പറയില്ല, ജോൺ ഈസ് വർക്ക് വെൽ എന്ന് പറയില്ല. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ആം ഈസ് ആറിന് ശേഷം ഒരിക്കലും വെർബിന്റെ V1 V2 ഉപയോഗിക്കൂല. ആം ഈസ് ആറിന് ശേഷം ഏതേ ഉപയോഗിക്കുള്ളൂ? നൗണെ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് പ്ലസ് നൗണെ ഉപയോഗിക്കുള്ളൂ. V3 ഉപയോഗിക്കും, പാസീവ് വോയിസ്. അത് നമ്മൾ പിന്നീട് കാണും. ഇനി നമ്മൾ നോക്കാം, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ഹാസ് ഓർ ഹാവ് അല്ലെ, അതിനുശേഷവും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. ഹാസ് ഓർ ഹാവിന് ശേഷവും V1 V2 ഉപയോഗിക്കില്ല. എന്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഒന്നുകിൽ V3 അല്ലെങ്കിൽ ഒരു നൗൺ, ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ഇനി ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാന്ന് നോക്കും. സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് V പ്ലസ് ഓബ്ജക്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഡൂവിന്റെ ഫോം. എല്ലാ വെർബിലും ഒരു ഡു ഉണ്ട് എന്നുള്ളത് ഓർമ്മയുണ്ടോ? അപ്പൊ കോസ്റ്റ് ഓഫ് ലിവിങ് ഡസ് നോട്ട് ഇൻക്രീസ് ഡെയിലി. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് സിംഗുലർ ആണ്, അതിനുശേഷം നെഗറ്റീവ് ആക്കുമ്പോൾ ഇൻക്രീസസ് എന്ന് എഴുതണ്ട. കാരണം അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഡസ് വന്നിട്ടുണ്ട്. ഡസ് വന്നാൽ പിന്നെ വെർബിന്റെ കൂടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എസ് ഓർ ES ചേർക്കേണ്ട ആവശ്യം. ക്ലിയർ ആണോ അല്ലയോ? ഓക്കെ, അടുത്ത നോക്കുക. സബ്ജക്ട് പ്ലസ് ആം ഈസ് ആർ പ്ലസ് നോട്ട് പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ്. നോക്കിയോ, സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് ഹാസ് പ്ലസ് പിന്നെ എന്താണ്? ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ഹി ഡസ് നോട്ട് ഹാവ് എ കാർ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പം ഹി ഡസ് നോട്ട് ഹാവ് എ കാർ. ഓക്കെ, എക്സാം. ഇനി നമ്മളിത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ വേണ്ടി. ടു ഡിനോട്ട് എ ഹബിച്വൽ ആക്ഷൻ. നമുക്ക് ഒരു ഹബിച്വൽ ആയിട്ട് റിപ്പീറ്റ്, ഹബിച്വൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഹാബിറ്റ്, പതിവായിട്ട് ചെയ്യുന്നത്, തുടർച്ചയായിട്ട് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മള് പതിവായിട്ട് അഥവാ തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയാനാണ് നമ്മൾ എന്തുപയോഗിക്കുക? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. അപ്പൊ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പറയും, അത് എപ്പോഴും ഏതിലായിരിക്കണം പറയുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കണം. പറഞ്ഞത് പിടികിട്ടിയോ? ഐ ആം ബ്രഷിംഗ് മൈ ടീത്ത് എവറി ഡേ എന്ന് പറയില്ല. കാരണം എവറി ഡേ എന്ന് പറഞ്ഞാൽ പതിവായിട്ടെന്നല്ലേ അർത്ഥം. അപ്പൊ അവിടെ ബ്രഷിംഗ് മൈ ടീത്ത് എന്ന് പറയില്ല, അത് കണ്ടിന്യൂസ് ടെൻസ് ആവും. അതിൽ ഏതേ ഉപയോഗിക്കുള്ളൂ? ഐ ബ്രഷ് മൈ ടീത്ത് എവറി ഡേ. പറഞ്ഞത് പിടികിട്ടിയോ? അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന വാക്കുകൾ നിങ്ങൾ നോക്കണം. അപ്പൊ നമ്മളിത് കഴിഞ്ഞിട്ട് പറയും. അപ്പൊ നോക്കിയാൽ മെനി ചിൽഡ്രൻ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2 hours എ ഡേ വാച്ചിങ് ടെലിവിഷൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറയുന്നത്? എല്ലാ ദിവസവും ഒരു ദിവസം ഒരു മിനിമം 2 മണിക്കൂർ വെച്ച് മിക്ക കുട്ടികളും TV കാണാൻ ചെലവഴിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയണം? അത് റിപ്പീറ്റഡ് ആയിട്ട് റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏതിൽ ഉപയോഗിക്കണം? സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ അല്ലയോ? ഇനി ടു ഡിനോട്ട് എ യൂണിവേഴ്സൽ ട്രൂത്ത്, ഒരു പൊതു സത്യം, കോമൺ ഫാക്ട് പറയാനായിട്ടും നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കുക? നമുക്ക് പറയാം സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, അല്ലെങ്കിൽ 2 + 2 makes 4 അല്ലെ. 2 2 4 അത് എവിടെയാണെങ്കിലും 2 2 4 അല്ലെ. ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും എന്താണ്?
2 2 4. ക്ലിയർ ആണോ അല്ലയോ? ഇത് ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ Yes, നോക്കുക sir. ഒരു കോമൺ ഫാക്ട്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്. അപ്പൊ നമ്മൾ പറയാണ് ഗോഡ് ലവ്സ് എവ്രി വൺ, അല്ലെ? ദൈവം എല്ലാവരെയും സ്നേഹിക്കും. അപ്പൊ എന്ന് പറയുമ്പോൾ അതൊരു പൊതു സത്യമാണ്. ചിലരെ മാത്രമല്ല, എല്ലാവരെയും സ്നേഹിക്കും. അപ്പൊ അത് നമ്മൾ കോമൺ ഫാക്ട്. അപ്പൊ അതെന്ത് പറയുന്നു? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. മനസ്സിലായോ? ടെക്നോളജി ഈസ് അഡ്വാൻസിങ് എവറി ഡേ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താണ്? എവറി ഡേ എന്ന അവസാനം. എവറി ഡേ എന്ന് പറഞ്ഞാൽ പതിവായിട്ട് എപ്പോഴും നടക്കുന്ന കാര്യമല്ലേ പറയുന്നത്. അപ്പൊ അതൊരു പതിവല്ലേ, ഒരു ഹാബിറ്റ് അല്ലേ, ഒരു യൂണിവേഴ്സ്, ഒരു ഫാക്ട് അല്ലേ പറയുന്നത്. അപ്പൊ അതെന്ത് പറയും? ടെക്നോളജി ഈസ് അഡ്വാൻസിങ് അല്ല, ടെക്നോളജി അഡ്വാൻസസ് എവറി ഡേ. ക്ലിയർ ആയോ ഇല്ലയോ? റീസൺ മനസ്സിലായോ? ഓക്കെ, നമ്മൾ പറയുവാണ്. ഇനി നമുക്ക് നോക്കുകയാണ് ടു ഡിനോട്ട് എ കോമൺ ഫാക്ട്, അല്ലെ? ക്രൈം റേറ്റ്സ് ഇൻക്രീസസ് ദീസ് ഡേയ്സ് അറ്റ് ആൻ അലാമിംഗ് റേറ്റ്. ഈ സെന്റൻസ് തെറ്റല്ലേ? ആണോ അല്ലയോ? തെറ്റാണോ ശരിയാണോ? പറഞ്ഞേ. ക്രൈം റേറ്റ്സ് ഇൻക്രീസസ് ദീസ് ഡേയ്സ് അറ്റ് അലാമിംഗ് റേറ്റ്. ശരിയോ തെറ്റോ? പറഞ്ഞേ. പറഞ്ഞത് കേട്ടില്ല. ക്രൈം റേറ്റ് കേൾക്കാവോ? തെറ്റാണ്. ക്രൈം റേറ്റ്സ് ഇൻക്രീസസ് ദീസ് ഡേയ്സ് അറ്റ് ആൻ അലാമിംഗ് റേറ്റ്. ശരിയോ തെറ്റോ? തെറ്റാണ്. അതിനകത്ത് തെറ്റെന്താണ്? Crime rates are increasing these Ah. days. അല്ല, ആർ ഇൻക്രീസിങ് ദീസ് ഡേയ്സ് ആണോ രതൻ? അപ്പൊ ആ കണ്ടിന്യൂസ് ടെൻസ് ആയി. ദീസ് ഡേയ്സ് ആണ്. ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ എന്നല്ലേ അർത്ഥം. അപ്പൊ അതൊരു എന്ത് കാര്യമാണ് പറയുന്നത്? കോമൺ ഫാക്ടറല്ലേ പറയുന്നത്. അപ്പൊ ഇത് ശരിയാണ്. പക്ഷെ ഇതിനകത്ത് കൺസ്ട്രക്ഷനിൽ തെറ്റുണ്ട്. സബ്ജക്ട് ഏതാന്ന് നോക്കിക്കേ. എന്താണ്? ക്രൈം റേറ്റ്സ് ആണ്. അപ്പൊ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? എസ് പാടുണ്ടോ? ഇല്ല. ക്രൈം റേറ്റ്സ് ഇൻക്രീസ് ദീസ് ഡേയ്സ് അറ്റ് ആൻ അലാമിംഗ് റേറ്റ് എന്നാ വേണ്ടത്. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് എവിടെയാണുള്ളത്? ഇൻക്രീസസ് എന്നുള്ളത് തെറ്റാണ്. അവിടെ എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? ഇൻക്രീസ് എന്നാണ് വേണ്ടത്. ക്ലിയർ ആണോ അല്ലയോ? ഇവിടെ ഈ എസ് ആണുള്ളത്, അതുകൊണ്ട് ഇവിടെ എന്ത് ഇൻക്രീസ് എന്നാണ് വേണ്ടത്. എസ് വേണ്ട. ക്ലിയർ അല്ലേ? ഇനി ടു ഡിനോട്ട് എ, ഇനി ഇതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കണം, കാരണം ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി എഡിറ്റിംഗ് പോർഷനിൽ ഉണ്ടാവും. ടു ഡിനോട്ട് എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. നോക്കിയാണ്, നോർമലി നമ്മൾ ഫ്യൂച്ചർ ടെൻസ് വന്നാൽ, ഫ്യൂച്ചറിലെ കാര്യം വന്നാൽ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുക. പക്ഷേ ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ, നമ്മുടെ ഒരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത ഒരു ആക്ഷൻ ആണ് ഉള്ളതെങ്കിൽ അത് ഭാവിയിലേക്കാണെങ്കിൽ കൂടി അത് ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? ടു ഡിനോട്ട് എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിലെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റിലെ ആണെങ്കിൽ നമുക്കത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. കാരണം ഇപ്പൊ നോക്കി, ഇവിടെ നോക്കാണ്, മൈ ബ്രദർ കംസ് ഹോം നെക്സ്റ്റ് വീക്ക്. എപ്പോഴത്തെ കാര്യ പറയുന്നത്? നെക്സ്റ്റ് വീക്കിലെ കാര്യ പറയുന്നത്, അടുത്ത ആഴ്ചയിലെ കാര്യം. അപ്പൊ അടുത്ത ആഴ്ച എന്നുണ്ടെങ്കിലും നമ്മള് എന്താണ് ഉപയോഗിക്കുക? നെക്സ്റ്റ് വീക്ക് ആണ്. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. അപ്പൊ അടുത്ത ആഴ്ച എന്നാണെങ്കിലും നമ്മൾ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. കാരണം എന്താണ്? ടിക്കറ്റ് ഒക്കെ എടുത്തു, വരുവാന്നുള്ളത് ഉറപ്പിച്ചു, നമ്മൾ പോകാനുള്ള സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തു. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു. അതുകൊണ്ട് ദിസ് ഈസ് അവർ പാർട്ട് ഓഫ് അവർ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അല്ലെ? നമ്മുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അത് മാറും. മനസ്സിലായോ? ഇപ്പൊ അടുത്ത മാസം നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കോളേജിൽ, അല്ലെ നിങ്ങളുടെ സ്കൂളിൽ. അതിന് ചീഫ് മിനിസ്റ്റർ ആണ് വരുന്നത്. അടുത്ത ആഴ്ചയാണ്, അല്ലെ അടുത്ത മാസമാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഓൾറെഡി പ്രോഗ്രാം ഫിക്സ് ചെയ്തു, ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു, നോട്ടീസ് അടിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ചീഫ് മിനിസ്റ്റർ കംസ് അവർ സ്കൂൾ നെക്സ്റ്റ് മന്ത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് പറയും? ചീഫ് മിനിസ്റ്റർ പാർട്ടിസിപ്പേറ്റ്സ് അവർ പ്രോഗ്രാം നെക്സ്റ്റ് മന്ത്. അല്ലെങ്കിലോ ചീഫ് മിനിസ്റ്റർ ഇനാഗുറേറ്റ്സ് അവർ ഫംഗ്ഷൻ നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ് മന്ത് ആണ്, പക്ഷെ നെക്സ്റ്റ് മന്ത് നോർമലി നമ്മൾ എന്ത് പറയും?
ചീഫ് മിനിസ്റ്റർ വിൽ ഇനാഗുറേറ്റ് അവർ പ്രോഗ്രാം നെക്സ്റ്റ് മന്ത് എന്നാ സാധാരണ നിങ്ങൾ പറയുക. പക്ഷെ അതിന് ഏതാണ് കറക്റ്റ്? കാരണം അത് പാർട്ട് ഓഫ് അവർ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഉള്ളതുപോലെയാണ്. മനസ്സിലായോ? ഭാവിയിൽ അടുത്ത മാസമാണെങ്കിൽ ഇപ്പൊ ഉള്ളതുപോലെയാണ്. കാരണം എന്താണ്? അത് ഓൾറെഡി നമ്മൾ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് അത് ഏത് ടെൻസിൽ ഉപയോഗിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. മനസ്സിലായോ ഇല്ലയോ? ഓക്കെ. അടുത്തത് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇമ്പരേറ്റീവ് സെന്റൻസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലെ? നമുക്ക് ടൈപ്സ് ഓഫ് സെന്റൻസ് പറഞ്ഞപ്പം അസർട്ടീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്? അത് ഓൾറെഡി ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ നോക്ക്, ഗെറ്റ് ഔട്ട്. ഇപ്പൊ ഗെറ്റ് ഔട്ടിൽ സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ അവിടെ സബ്ജക്റ്റ് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ? യു ഗെറ്റ് ഔട്ട് എന്നാണ് പറയുന്നത്. ഷട്ടപ്പ്, യു ഷട്ടപ്പ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ സബ്ജക്റ്റ് അവിടെ എഴുതൂല, അല്ലാതെ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അങ്ങനെയുള്ള സെന്റൻസുകൾ എപ്പോഴും നമ്മൾ എന്തായിരിക്കും പറയുക? സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പറയുള്ളൂ. മനസ്സിലായോ? ഗെറ്റ് ഔട്ട്, കം ഇൻ, ഓക്കെ, കീപ് ക്വയറ്റ്, കേട്ടോ, കീപ് ക്വയറ്റ്, ഓക്കെ, ലിസൺ ടു മീ. ഇപ്പൊ യു ലിസൺ ടു മീ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെയുള്ളത് എപ്പോഴും ഏതായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പറയും. ഇനി ഇൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ്, അപ്പൊ നമ്മളൊരു ആശ്ചര്യം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ്, നമ്മുടെ ഒരു ഈ സഡൻ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്ന സെന്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് പറയുന്നത്. അത് എപ്പോഴും എങ്ങനെയാണ് ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഹി, ഹൗ ലിറ്റിൽ ഹി നോസ്, എത്ര കുറച്ചേ അവനെ അറിയത്തുള്ളൂ അല്ലേ? ഇത് ഓർത്തു വെക്കുക. ക്ലിയർ ആണോ അല്ലയോ? ഇനി ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ മാത്രം ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആഡ്വർബ്സ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എഡിറ്റിംഗ് തരുമ്പോൾ എഡിറ്റിംഗിൽ ഈ സെന്റൻസിൽ ഈ വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കണം. ഈ വാക്കുകൾ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ എറർ എവിടെയായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും. മനസ്സിലായോ ഇല്ലയോ? വാക്കുകൾ കാണത്തില്ലേ? ഓക്കെ, ഏതൊക്കെയാന്ന് നോക്കിക്കേ. ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, നെവർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, generally, daily, annually, occasionally, every day, every month, every week, several times a week, several times a month, nowadays, once a week. ഈ വാക്കുകളുടെ ആണ് സെന്റൻസിൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ഏത് ടെൻസ് ആയിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ അത് ING-യിലാണെ മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ അല്ലയോ? ഓക്കെ. I am calling my friend several times a week. ശരിയാണോ? several times a week ആണ്. അപ്പൊ I am calling വരുവോ? ഇല്ല. അതെങ്ങനെയായിരിക്കണം കറക്റ്റ് ചെയ്യേണ്ടത്? I call my friend. Yeah, I call my friend several times a week. പറഞ്ഞത് പിടികിട്ടിയോ? ഓക്കെ. I am going to church usually. അല്ലെങ്കിൽ യൂഷ്വലി ഐ ആം ഗോയിങ് ടു ചർച്ച്. ശരിയാണോ? ശരിയല്ല. ശരിയല്ല. കാരണം അതാണ് ഗോയിങ് ടു യൂഷ്വലിയുടെ കൂടെ വരില്ല. അപ്പൊ അതെങ്ങനെ വരും? ഐ ഗോ ടു ചർച്ച്. പറഞ്ഞത് കേട്ടിയോ? മനസ്സിലായോ? ക്ലിയർ ആണോ അല്ലയോ? അപ്പൊ എന്തെങ്കിലും അപ്പം നമുക്ക്